നമസ്കാരം. ഏതൊരു പ്രോജക്റ്റിലും അത് ചെറുതായാലും വലുതായാലും നമ്മളെപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലേ? എവിടെ എത്തി, എപ്പോ തീരും, വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ? ശരിയാണ്. ഇതിനൊരു വ്യക്തമായ ഉത്തരം കിട്ടാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതെ. എന്നാൽ ഈ പുരോഗതി നമ്മൾ എവിടെ നിൽക്കുന്നു, ലക്ഷ്യത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ ഒരു ചിത്രം കാണുന്ന പോലെ മനസ്സിലാക്കാൻ പറ്റിയാലോ? അതൊരു നല്ല കാര്യമായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു ടൂളിനെ കുറിച്ചാണ്. ചെയ്തു തീർക്കാനുള്ള പണിയും അതിന് ബാക്കിയുള്ള സമയവും തമ്മിലുള്ളൊരു ബന്ധം ഒരു ഗ്രാഫിലൂടെ കാണിച്ചു തരുന്ന ഒരു രീതി. അതെ, നമ്മളിന്ന് നോക്കുന്നത് ബേൺ ഡൗൺ ചാർട്ട് എന്നതിനെക്കുറിച്ചാണ്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ വിക്കിപീഡിയ, പിന്നെ എജൈൽ അലയൻസ് പോലുള്ള സോഴ്സുകളാണ് നോക്കുന്നത്. ഓക്കെ, ഈ പേര് ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ എന്താണ് ഇതിന്റെ ശരിക്കുള്ള ഉപയോഗം? ഇതിന്റെ ഒരു പവർ എന്താണ്? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ മനസ്സിലാക്കലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം. തീർച്ചയായും. നിങ്ങളൊരു പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ ടീം മെമ്പർ ആവാം. ഇനി അതല്ല, സ്വന്തം കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിലും ഇത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ശരി. എന്താണ് ഈ ബേൺ ഡൗൺ ചാർട്ട് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമോ, ലളിതമായിട്ട്? പറയാം. ഏറ്റവും സിംപിളായി പറഞ്ഞാൽ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള ജോലി, അതായത് വർക്ക് റിമൈനിങ്, അത് സമയത്തിനനുസരിച്ച് എങ്ങനെ കുറഞ്ഞു വരുന്നു എന്ന് കാണിക്കുന്നൊരു ഗ്രാഫാണ് ബേൺ ഡൗൺ ചാർട്ട്. ബാക്കിയുള്ള ജോലി, അതിനെ ബാക്ക്ലോഗ് എന്നൊക്കെ പറയാറുണ്ടോ? അതെ, ബാക്ക്ലോഗ് എന്നും പറയാറുണ്ട്. ചെയ്യാനുള്ള ടാസ്കുകളുടെ ഒരു ലിസ്റ്റ്, അതിന്റെ അളവാണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രണ്ട് ആക്സിസ് ഉണ്ടാവും, എക്സ് ആക്സിസും വൈ ആക്സിസും. അത് എന്തിനേക്കാണ് ഇവിടെ കാണിക്കുന്നത്? ശരിയാണ്. താഴെയുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള എക്സ് ആക്സിസ് അത് സമയത്തെയാണ് കാണിക്കുന്നത്. സമയം എന്ന് വെച്ചാൽ അത് ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, അല്ലെങ്കിൽ ഈ എജൈൽ രീതികളിലൊക്കെ പറയുന്ന പോലെ സ്പ്രിന്റ് ആകാം. പ്രോജക്റ്റിനനുസരിച്ച് മാറ്റം വരും. ഓക്കെ, അപ്പോ വൈ ആക്സിസ്, ആ ലംബമായിട്ടുള്ളത്. വൈ ആക്സിസ് അതാണ് ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള ജോലിയുടെ അളവ് കാണിക്കുന്നത്, വർക്ക് റിമൈനിങ്. ഈ ജോലിയുടെ അളവ് എന്ന് പറയുന്നത് അത് മണിക്കൂറിലാണോ കണക്കാക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും രീതിയിലാണോ? അത് പല രീതിയിലുമാകാം. ചില ടീമുകൾ ബാക്കിയുള്ള ജോലി തീർക്കാൻ എത്ര മണിക്കൂർ വേണം, അല്ലെങ്കിൽ എത്ര ദിവസം വേണം എന്ന് കണക്കാക്കി വൈ ആക്സിസിൽ മാർക്ക് ചെയ്യും. വേറെ ചില ടീമുകൾ, പ്രത്യേകിച്ച് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ, സ്റ്റോറി പോയിന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. സ്റ്റോറി പോയിന്റ് അതെന്താണ്? സമയം തന്നെയല്ലേ? സമയം മാത്രമല്ല. സ്റ്റോറി പോയിന്റ് എന്ന് പറയുമ്പോൾ അതിൽ ആ ജോലിയുടെ ഒരു കോംപ്ലക്സിറ്റി, അതിലുള്ള റിസ്ക്, എത്ര എഫേർട്ട് വേണം, ഇതൊക്കെ ഉൾപ്പെടും. അതൊരു ഒരു റിലേറ്റീവ് എസ്റ്റിമേറ്റ് ആണ്, ഒരു സാങ്കല്പിക അളവ് എന്ന് വേണേ പറയാം. ഓക്കെ. അപ്പോൾ ഈ സ്റ്റോറി പോയിന്റ്, ഈ ചാർട്ട്, ഇതൊക്കെ പ്രധാനമായും എജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഭാഗത്താണോ കൂടുതൽ കാണുന്നത്? സ്ക്രം പോലുള്ള രീതികളിലാണോ? അതെ, ഇതിന്റെ ഒരു തുടക്കവും കൂടുതൽ പ്രചാരവും കിട്ടിയത് സ്ക്രം പോലുള്ള എജൈൽ ഫ്രെയിംവർക്കുകളിലാണ്. അത് ശരിയാണ്. പക്ഷേ ഇത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണോ? അല്ല, അങ്ങനെ കരുതരുത്. ഇതിന്റെ തത്വം എന്താണ്? പുരോഗതി ട്രാക്ക് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന പുരോഗതിയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഏത് പ്രോജക്റ്റിനും ഇതുപയോഗിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു വീടുപണി നടക്കുന്നു, അതിന്റെ പുരോഗതി അറിയാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുന്നു, അതിനുപയോഗിക്കാം. ഒരു റീസർച്ച് പ്രോജക്റ്റ്, അങ്ങനെ എവിടെ വേണമെങ്കിലും ഇത് അഡാപ്റ്റ് ചെയ്യാം. പുരോഗതി കാണണമെന്നതാണ് പ്രധാനം. അത് കൊള്ളാം. അപ്പോൾ ഇതിന്റെ ബേസിക്സ് മനസ്സിലായി. ഇനി ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? അതായത് ആ ഗ്രാഫ് നോക്കിയാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓക്കെ, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ശരി. ഈ ചാർട്ടിൽ നമ്മൾ സാധാരണയായിട്ട് രണ്ട് പ്രധാന ലൈനുകളാണ് കാണുന്നത്. അതിലേക്ക് വരും മുൻപ് ഗ്രാഫിന്റെ രണ്ടറ്റങ്ങൾ നോക്കാം. ഏറ്റവും ഇടതുവശത്ത് x=0 ആകുന്ന പോയിന്റ്, അതായത് തുടങ്ങുന്ന ദിവസം പോയിന്റ്, അതാ സ്പ്രിന്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് തീരുമെന്ന് പ്രതീക്ഷിക്കുന്ന അവസാന ദിവസമാണ്. അവിടെ എത്തുമ്പോൾ വൈ ആക്സിസിലെ വാല്യൂ 0 ആകണം. അതാണല്ലോ ലക്ഷ്യം. ജോലി തീർന്നു. ശരി. ഇനി ആ ലൈനുകളിലേക്ക് വരാം. ഞാനൊരു ഐഡിയൽ ലൈൻ എന്ന് കേട്ടിട്ടുണ്ട്, ഒരു നേർരേഖ. അതെന്താണ്? അതാണ് ആദ്യത്തെ ലൈൻ, ഐഡിയൽ വർക്ക് റിമൈനിങ് ലൈൻ. ഇത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 0 ടോട്ടൽ വർക്ക് എന്ന പോയിന്റിൽ അവസാന പോയിന്റിലേക്ക് ഫൈനൽ ഡേ വർക്ക് =0
നേരെ വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ. ഇത് കാണിക്കുന്നത് എല്ലാ ദിവസവും ഏകദേശം ഒരേ അളവിൽ ജോലി തീർത്തു പോയാൽ പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ടു പോകും എന്നാണ്. ഇതൊരു തിയറട്ടിക്കൽ ലൈനാണ്, തുടക്കത്തിലെ എസ്റ്റിമേറ്റിനെ മാത്രം ബേസ് ചെയ്തുള്ള ഒന്ന്. പക്ഷേ ഈ ഐഡിയൽ എന്ന വാക്ക് അതൊരു പ്രശ്നമല്ലേ? യഥാർത്ഥ പ്രോജക്റ്റുകളൊന്നും ഒരു നേർരേഖ പോലെ പോകില്ലല്ലോ. അപ്പോൾ എപ്പോഴും ആ ലൈനിൽ തന്നെ പോകണം എന്ന നിർബന്ധമൊന്നോ? അല്ലെങ്കിൽ അതിൽ നിന്നും മാറിയാൽ അത് മോശമാണോ? അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. ഈ ഐഡിയൽ എന്ന വാക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. എജൈൽ അലയൻസ് പോലുള്ള സോഴ്സുകളും അത് പറയുന്നുണ്ട്. ആ. ഇത് ശരിക്കും ഒരു ഐഡിയൽ സിനാരിയോ ആണ്. ഇത് യാഥാർത്ഥ്യമാകണമെന്നില്ല, അല്ലെങ്കിൽ ടീം എപ്പോഴും ഈ ലൈൻ ഫോളോ ചെയ്യണമെന്നും നിർബന്ധമില്ല. കാരണമെന്താ? ഇത് ബേസ് ചെയ്തിരിക്കുന്നത് തുടക്കത്തിലെ എസ്റ്റിമേറ്റിനെയാണ്. എസ്റ്റിമേറ്റ് തെറ്റാമല്ലോ. തീർച്ചയായും എസ്റ്റിമേറ്റുകൾ എപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഐഡിയൽ ലൈൻ എന്നത് ഒരു റെഫറൻസ് പോയിന്റ് മാത്രമാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ആ റെഫറൻസുമായിട്ട് എങ്ങനെ നിൽക്കുന്നു എന്ന് താരതമ്യം ചെയ്യാൻ മാത്രം. അല്ലാതെ ടീം കഷ്ടപ്പെട്ട് ആ ലൈനിൽ തന്നെ എത്താൻ നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായി. അപ്പോ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് കാണിക്കാൻ വേറൊരു ലൈൻ ഉണ്ടാകുമല്ലേ? അതെ, അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈൻ, ആക്ച്വൽ വർക്ക് റിമൈനിങ് ലൈൻ. ആക്ച്വൽ വർക്ക് റിമൈനിങ് ലൈൻ. പേര് പോലെ തന്നെ. അതെ, ഇത് ഓരോ സമയത്തും, ഉദാഹരണത്തിന് ഓരോ ദിവസവും യഥാർത്ഥത്തിൽ എത്ര ജോലി ബാക്കിയുണ്ട് എന്ന് കാണിക്കുന്ന ലൈനാണ്. ഇതാണ് റിയാലിറ്റി. തുടക്കത്തിൽ ഇത് ഐഡിയൽ ലൈനിന്റെ അടുത്തു നിന്നാവും തുടങ്ങുക. പിന്നീട് ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നു, എസ്റ്റിമേറ്റ് എത്ര കൃത്യമായിരുന്നു, വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നോ എന്നതിനെയൊക്കെ ആശ്രയിച്ച് ഈ ലൈൻ ഐഡിയൽ ലൈനിന്റെ മുകളിലേക്കോ താഴേക്കോ ഒക്കെ പോകാം. ഒരു വളഞ്ഞു പുഴഞ്ഞ ലൈനായിരിക്കും സാധാരണ കാണുക. ഈ ആക്ച്വൽ ലൈൻ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ദിവസവും പുതിയൊരു പോയിന്റ് ചേർക്കുമോ? അത് സാധാരണയായി പ്രോജക്റ്റിന്റെ രീതി അനുസരിച്ചിരിക്കും. സ്ക്രമ്മിലാണെങ്കിൽ ഒരു സ്പ്രിന്റിന്റെ ബേൺ ഡൗൺ ചാർട്ട് സാധാരണ ദിവസവും അപ്ഡേറ്റ് ചെയ്യും. ഡെയിലി സ്ക്രം മീറ്റിംഗിന് മുൻപോ ശേഷമൊക്കെ ആവാം. ഓക്കെ. വൈ ആക്സിസിൽ ഒരു പുതിയ പോയിന്റ് മാർക്ക് ചെയ്യും. ഒരു സംശയം. ആ നിമിഷത്തിൽ ബാക്കിയുള്ള ആകെ ജോലിയുടെ അളവ് എന്ന് പറഞ്ഞല്ലോ. അല്ലാതെ ഇന്നലത്തെ അളവിൽ നിന്ന് ഇന്ന് തീർത്ത ജോലി കുറച്ചാൽ പോരെ? അത് എളുപ്പമല്ലേ? അത് നല്ല ചോദ്യമാണ്. തിയറിയിൽ അങ്ങനെ മതിയെന്ന് തോന്നും. പക്ഷേ പ്രോജക്റ്റ് നടക്കുമ്പോൾ മൊത്തം ജോലിയുടെ അളവിൽ, അതായത് സ്കോപ്പിൽ മാറ്റം വരാലോ. ആ, ശരിയാണ്. പുതിയ ടാസ്ക് വരാം. അതെ, പുതിയ ടാസ്ക് വരാം. ചിലപ്പോൾ ഉണ്ട് ടാസ്ക് ഒഴിവാക്കേണ്ടി വരാം. അല്ലെങ്കിൽ ഒരു ടാസ്കിന്റെ എസ്റ്റിമേറ്റ് ആദ്യം വിചാരിച്ചതിലും കൂടുതലാണെന്ന് പിന്നീട് മനസ്സിലാവാം. അപ്പോ വെറുതെ ചെയ്തത് കുറച്ചാല് ഈ മാറ്റങ്ങളൊന്നും റിഫ്ലക്റ്റ് ചെയ്യില്ല. ഓക്കെ. അപ്പോ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള എല്ലാ ടാസ്കുകളുടെയും ലേറ്റസ്റ്റ് എസ്റ്റിമേറ്റ് എടുത്ത് കൂട്ടണം. അതെ, അതാണ് ഏറ്റവും ശരിയായ രീതി. ശരി. അപ്പോൾ ഈ ഐഡിയൽ ലൈനും ആക്ച്വൽ ലൈനും തമ്മിൽ നോക്കിയിട്ടാണ് പ്രോജക്റ്റ് ഷെഡ്യൂളിലാണോ, മുന്നിലാണോ, പിന്നിലാണോ എന്നൊക്കെ പറയുന്നത്, അല്ലേ? അതെ, അതൊരു പൊതുവായ വ്യാഖ്യാനമാണ്. ആക്ച്വൽ ലൈൻ, അതായത് നമ്മുടെ റിയൽ ലൈൻ, അത് ഐഡിയൽ ലൈനിന് മുകളിലാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ആദ്യം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജോലി ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ്. അപ്പോൾ പ്രോജക്റ്റ് ചിലപ്പോൾ ഷെഡ്യൂളിന് പിന്നിലായിരിക്കാം, അല്ലെങ്കിൽ തീർക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും. ഓക്കെ. ഇനി തിരിച്ചാണെങ്കിലോ? ആക്ച്വൽ ലൈൻ ഐഡിയൽ ലൈനിന് താഴെയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? എപ്പോഴും ഷെഡ്യൂളിന് മുന്നിലാണെന്നർത്ഥം, അല്ലേ? സാധാരണ വ്യാഖ്യാനം അതാണ്. പ്രതീക്ഷിച്ചതിലും കുറച്ച് ജോലിയെ ബാക്കിയുള്ളൂ, പ്രോജക്റ്റ് ഷെഡ്യൂളിന് മുന്നിലാണ്. പക്ഷേ നിങ്ങൾ ചോദിച്ച പോലെ അതെപ്പോഴും നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതും ശ്രദ്ധിക്കണം. അതെന്താ? കാരണം ചിലപ്പം ടീം ഭയങ്കര എഫിഷ്യന്റ് ആയതുകൊണ്ടാവാം ലൈൻ താഴെ വന്നത്. നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ തുടക്കത്തിൽ നമ്മൾ കൊടുത്ത എസ്റ്റിമേറ്റ് വളരെ കൂടുതലായി പോയതുകൊണ്ടുമാവാം. ഓവർ എസ്റ്റിമേഷൻ. അപ്പോൾ ടീം ശരിക്കും പതുക്കെയാണ് പോകുന്നതെങ്കിലും എസ്റ്റിമേറ്റ് കൂടുതൽ കൊടുത്തതുകൊണ്ട് അവർ മുന്നിലാണെന്ന് തോന്നും. അതെ, ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നതെന്ന് പറയാം. ഈ ആക്ച്വൽ ലൈൻ എവിടെ നിൽക്കുന്നു എന്നത് തുടക്കത്തിലെ എസ്റ്റിമേറ്റ് എത്ര കൃത്യമായിരുന്നു എന്നതിനെ വല്ലാതെ ആശ്രയിച്ചിരിക്കും. ഇത് വലിയ പ്രശ്നമല്ലേ? ഒരു ടീം എപ്പോഴും എസ്റ്റിമേറ്റ് കൂട്ടിയിട്ടാൽ അവർ എപ്പോഴും ഷെഡ്യൂളിന് മുന്നിലാണെന്ന് ഈ ചാർട്ട് കാണിക്കും. അവർ മെച്ചപ്പെടാൻ നോക്കില്ലല്ലോ. ശരിയാണ്. ഇനി എപ്പോഴും എസ്റ്റിമേറ്റ് കുറച്ചാണിടുന്നെങ്കിലോ? അവരെത്ര കഷ്ടപ്പെട്ടാലും ചാർട്ട് നോക്കുമ്പോൾ പിന്നിലാണെന്ന് തോന്നും. അത് ടീമിന്റെ മൊറയിൽ കളയില്ലേ? തീർച്ചയായും. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. വിക്കിപീഡിയയിലും എജൈൽ അലയൻസിന്റെ ഗൈഡുകളിലുമൊക്കെ ഇത് പറയുന്നുണ്ട്. എസ്റ്റിമേറ്റുകളിലെ ഈ കൃത്യതക്കുറവ് ബേൺ ഡൗൺ ചാർട്ടിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കാം. ഇത് മറികടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
എസ്റ്റിമേറ്റ് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ചാർട്ടുമായി ബന്ധപ്പെട്ട്? ഉണ്ട്. ഇതിനൊരു പോംവഴിയായിട്ട് ചില ടീമുകൾ എഫിഷ്യൻസി ഫാക്ടർ എന്നൊരാശയം ഉപയോഗിക്കാറുണ്ട്. എഫിഷ്യൻസി ഫാക്ടറോ? അതെന്താണ്? അതിന്റെ ഐഡിയ ഇതാണ്. ഒരു പ്രോജക്റ്റിന്റെ 1-2 സ്പ്രിന്റ് കഴിയുമ്പോൾ ടീം യഥാർത്ഥത്തിൽ എത്ര ജോലി തീർത്തു, അവരുടെ വെലോസിറ്റി, അവരുടെ എസ്റ്റിമേറ്റ് എന്തായിരുന്നു എന്ന് താരതമ്യം ചെയ്യും. ഉദാഹരണത്തിന്, ടീം സ്ഥിരമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ 10% പതുക്കെയാണ് ജോലി തീർക്കുന്നതെന്ന് കരുതുക. അല്ലെങ്കിൽ 15% വേഗത്തിൽ തീർക്കുന്നുവെന്നും കരുതാം. ഈ വ്യത്യാസം, ഈ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അതൊരു എഫിഷ്യൻസി ഫാക്ടറായി കണക്കാക്കും. എന്നിട്ട് ഈ ഫാക്ടർ വെച്ച് എന്ത് ചെയ്യും? അടുത്ത സ്പ്രിന്റിലേക്കുള്ള ഐഡിയൽ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഫാക്ടർ കൂടി പരിഗണിച്ച് എസ്റ്റിമേറ്റുകളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓ, അപ്പോൾ ഐഡിയൽ ലൈൻ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും. അതെ, ടീമിന്റെ യഥാർത്ഥ വേഗതയെ കുറച്ചുകൂടി പ്രതിഫലിപ്പിക്കുന്ന ഒരു ഐഡിയൽ ലൈൻ കിട്ടും. കാലക്രമേണ ഇത് എസ്റ്റിമേറ്റുകൾ മെച്ചപ്പെടുത്താനും എവിടെയാണ് സ്ഥിരമായി തെറ്റുപറ്റുന്നത് എന്ന് കണ്ടുപിടിക്കാനും സഹായിക്കും. ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് പോലെ. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. എസ്റ്റിമേഷൻ എന്നത് ഒറ്റത്തവണ ചെയ്യുന്ന ഒന്നല്ല, അതൊരു തുടർ പ്രക്രിയയായി മാറുന്നു. ശരി, ഇനി ഈ ബേൺ ഡൗൺ ചാർട്ടിന് പകരം വയ്ക്കാൻ വേറെ എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ? ഇതേപോലത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വേറെ ചാർട്ടുകൾ. ഞാൻ ബേണപ്പ് ചാർട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. ബേണപ്പ് ചാർട്ട് ഒരു പ്രധാനപ്പെട്ട ആൾട്ടർനേറ്റീവാണ്. കാഴ്ചയിൽ ബേൺ ഡൗൺ ചാർട്ട് പോലെ തന്നെയിരിക്കും, പക്ഷേ അത് കാണിക്കുന്ന കാര്യത്തിൽ ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ? ഏറ്റവും പ്രധാന വ്യത്യാസം അതിന്റെ ഫോക്കസിലാണ്. ബേൺ ഡൗൺ ചാർട്ട് കാണിക്കുന്നത് ബാക്കിയുള്ള ജോലി എങ്ങനെ കുറയുന്നു എന്നാണല്ലേ? അതെ, ലൈൻ താഴേക്ക് വരുന്നു. എന്നാൽ ബേണപ്പ് ചാർട്ട് കാണിക്കുന്നത് പൂർത്തിയായ ജോലി എങ്ങനെ കൂടുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ലൈൻ മുകളിലേക്ക് പോകും. അതെ, ബേണപ്പ് ചാർട്ടിലെ മെയിൻ ലൈൻ സാധാരണയായി താഴെ നിന്ന് മുകളിലേക്കാണ് കയറിപ്പോകുന്നത്. ഫോക്കസ് മാറി. അത് കൊള്ളാം. വേറെ വ്യത്യാസമുണ്ടോ? ഇത് ബേൺ ഡൗൺ ചാർട്ടിന്റെ ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ടോ? ഉണ്ട്. അതാണ് അടുത്ത വ്യത്യാസം. ബേണപ്പ് ചാർട്ടിൽ സാധാരണയായി 2 ലൈനുകൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പൂർത്തിയായ ജോലിയുടെ ലൈൻ, മുകളിലേക്ക് പോകുന്നത്. 2 പ്രോജക്റ്റിലെ ആകെ ജോലിയുടെ അളവ് കാണിക്കുന്ന മറ്റൊരു ലൈൻ കൂടി ഉണ്ടാകും. ഈ രണ്ടാമത്തെ ലൈൻ, ടോട്ടൽ സ്കോപ്പ് ലൈൻ, ബേൺ ഡൗൺ ചാർട്ടിൽ സാധാരണ കാണാറില്ല. ഈ ടോട്ടൽ സ്കോപ്പ് ലൈൻ ഉള്ളതുകൊണ്ട് എന്താണ് ഗുണം? ഇതാണ് ബേൺ ഡൗൺ ചാർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിനുള്ള പരിഹാരം. ബേൺ ഡൗൺ ചാർട്ടിൽ സ്കോപ്പ് മാറിയാൽ, അതായത് പുതിയ ടാസ്ക് വന്നാലോ ഉള്ളത് പോയാലോ, ആക്ച്വൽ ലൈൻ മുകളിലോട്ടോ താഴോട്ടോ പോകും. ശരിയാണ്. പക്ഷേ ആ മാറ്റം വന്നത് ടീം പതുക്കെയായതുകൊണ്ടാണോ അതോ സ്കോപ്പ് കൂടിയതുകൊണ്ടാണോ എന്ന ചാർട്ട് നോക്കിയാൽ ഒറ്റയടിക്ക് മനസ്സിലാവില്ല. ഓ, അത് ശരിയാണല്ലോ. കൺഫ്യൂഷനാവും. അതെ. പക്ഷേ ബേണപ്പ് ചാർട്ടിൽ ആ ടോട്ടൽ സ്കോപ്പ് ലൈൻ മുകളിലേക്ക് ഉയർന്നാൽ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, പ്രോജക്റ്റിലേക്ക് പുതിയ വർക്ക് ആഡ് ആയിട്ടുണ്ടെന്ന്. അതേസമയം പൂർത്തിയായ ജോലിയുടെ ലൈൻ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ടു പോകുന്നത് കാണാം. ഇത് സ്കോപ്പ് മാറ്റങ്ങളെ വളരെ ക്ലിയർ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണല്ലോ. കാരണം സ്കോപ്പ് ചേഞ്ച് മിക്ക പ്രോജക്റ്റിലും ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ ബേണപ്പ് ചാർട്ടിലും ഈ ജോലി അളക്കുന്നത് സ്റ്റോറി പോയിന്റിലോ സമയത്തിലോ ഒക്കെ തന്നെയാണോ? അതെ, യൂണിറ്റുകൾ സെയിമാണ്. സ്റ്റോറി പോയിന്റ്, ടാസ്ക് കൗണ്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് സമയമൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബേൺ ഡൗൺ ചാർട്ടിന്റെ ഗുണങ്ങളും പരിമിതികളും ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം. എജൈൽ, അലയൻസ് പോലുള്ളവർ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണിത് ഇപ്പോഴും ഇത്ര പോപ്പുലറായി തുടരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതിന്റെ ലാളിത്യം തന്നെയാണ്. സിംപ്ലിസിറ്റി. പിന്നെ ഉയർന്ന വിസിബിലിറ്റി. അതെ, ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒറ്റ നോട്ടത്തിൽ പ്രോജക്റ്റ് എവിടെ നിൽക്കുന്നു എന്നൊരു ഐഡിയ കിട്ടും. എജൈൽ അലയൻസ് ഇതിനെ ഒരു ഇൻഫർമേഷൻ റേഡിയേറ്റർ എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ റേഡിയേറ്റർ, വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്നർത്ഥത്തിൽ. അതെ, പ്രധാനപ്പെട്ട വിവരങ്ങൾ എല്ലാവർക്കും എളുപ്പത്തിൽ കാണാവുന്ന രീതിയിൽ വെക്കുക. ഇത് ടീമിനുള്ളിൽ ഒരു സുതാര്യത കൊണ്ടുവരും. അത് നല്ലതല്ലേ? എല്ലാവർക്കും കാണാമെങ്കിൽ ഒന്നും ഒളിപ്പിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായും. അതാണ് അടുത്ത പോയിന്റ്. പുരോഗതി എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ടീമിനെ ഒരുമിച്ച് നിർത്തും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആക്ച്വൽ ലൈൻ വല്ലാതെ താഴോട്ടോ മുകളിലോട്ടോ പോകുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താനും ചർച്ച ചെയ്യാനും സഹായിക്കും. തടസ്സങ്ങൾ പെട്ടെന്നറിയാം. അതെ, ഇംപെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇത്
ടീമിന്റെ ഒരു ഓണർഷിപ്പ് കൂട്ടാനും സഹായിക്കും. ഉണ്ടാക്കാൻ എളുപ്പമാണെന്നതും ഒരു ഗുണമല്ലേ? തീർച്ചയായും താരതമ്യേന എളുപ്പമാണിതുണ്ടാക്കാൻ. ബാക്കിയുള്ള ജോലിയുടെ അളവറിഞ്ഞാൽ മതി. ടീമിന്റെ പഴയ വെലോസിറ്റി ഉണ്ടെങ്കിൽ ഐഡിയൽ ലൈനും വരയ്ക്കാം. ശരി. ഇനി ഇതിന്റെ പോരായ്മകൾ. നമ്മൾ സ്കോപ്പ് ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു, എസ്റ്റിമേഷൻ പ്രശ്നം പറഞ്ഞു. വേറെന്തെങ്കിലും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ഉണ്ടോ? ഉണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം ഏത് ജോലിയാണ് തീർന്നത് എന്ന് ഈ ചാർട്ട് പറയില്ല എന്നതാണ്. അതെങ്ങനെ? ുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ബിസിനസ് വാല്യൂ ഉള്ള ടാസ്കുകൾ തന്നെയാണോ, അതോ എളുപ്പമുള്ളതും എന്നാൽ അത്ര പ്രാധാന്യമില്ലാത്തതുമായ ടാസ്കുകൾ തീർത്തിട്ടാണോ ഈ പുരോഗതി കാണിക്കുന്നത്? ഓ, അതൊരു അപകടമാണ്. ചാർട്ട് നോക്കുമ്പോൾ അടിപൊളിയായി പോകുന്നുവെന്ന് തോന്നും, പക്ഷെ അവസാനം കിട്ടുന്നത് ചിലപ്പോൾ ആവശ്യമുള്ള സാധനമായിരിക്കില്ല. കൃത്യമായി. അതുകൊണ്ട് തന്നെയാണ് ബേൺ ഡൗൺ ചാർട്ടിനെ ഒറ്റയ്ക്കൊരു പ്രൊജക്ടിന്റെ ആരോഗ്യം അളക്കാനുള്ള ടൂളായി കാണരുത് എന്ന് പറയുന്നത്. ഇതൊരു സൂചന മാത്രം. അതെ, ഇതൊരു ട്രെൻഡ് ഇൻഡിക്കേറ്ററാണ്. കാര്യങ്ങൾ ഏതു വേഗത്തിൽ പോകുന്നു എന്ന് കാണിക്കും. പക്ഷേ ടീം ശരിയായ കാര്യങ്ങളാണോ ചെയ്യുന്നത്, ശരിയായ പ്രോഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാൻ വേറെ ടൂൾസും കാര്യങ്ങളും വേണം. പ്രോഡക്റ്റ് ബാക്ക്ലോഗ് നോക്കണം, സ്പ്രിന്റ് റിവ്യൂ മീറ്റിംഗുകൾ വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ചാർട്ട് ഉപകാരപ്രദമാണ്, പക്ഷേ സൂക്ഷിച്ചുപയോഗിക്കണം. ഇതിന്റെ പരിമിതികൾ അറിഞ്ഞിരിക്കണം. ഇത് കാണിക്കുന്നത് പൂർണ്ണ ചിത്രമായിരിക്കില്ല. വളരെ ശരിയാണ്. മറ്റു വിവരങ്ങളുടെ കൂടെ വെച്ച് ആ പ്രോജക്റ്റിന്റെ സാഹചര്യമനുസരിച്ച് വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. ഇതൊരു ചർച്ച തുടങ്ങാനുള്ളൊരു ടൂളാണ്, അല്ലാതെ അവസാന വാക്കല്ല. ഓക്കെ, ഇനി പെട്ടെന്ന് ഇതിന്റെ ഒരു ചരിത്രം കൂടി നോക്കാം. ഇതിന്റെ പിന്നിലെ കഥ എന്താണ് എന്ന് നോക്കാം. എവിടെ നിന്നാണ് ഈ ബേൺ ഡൗൺ ചാർട്ട് വന്നത്? ആരാണിത് കൊണ്ടുവന്നത്? ഇതിന്റെ ഒറിജിൻ പ്രധാനമായും സ്ക്രം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. പഴയ പ്രോജക്റ്റ് മാനേജ്മെന്റ് രീതികളിലൊന്നും ഈ പേരിൽ ഇങ്ങനൊരു ടൂൾ ഉണ്ടായിരുന്നതായി കാണുന്നില്ല. ഇത് ആദ്യമായിട്ട് ഒരു ഫോർമലായി അവതരിപ്പിക്കുന്നത് 2000-ൽ കെൻ ഷ്വാബറാണ്. സ്ക്രമ്മിന്റെ കോ-ഫൗണ്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം എവിടെ വെച്ചാണിത്? എന്തായിരുന്നു അതിന്റെ ഒരു സാഹചര്യം? അദ്ദേഹം അന്ന് ഫിഡിലിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ സ്ക്രം ഉപയോഗിക്കുന്ന ടീമുകൾക്ക് വളരെ ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ കിറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. ഓക്കെ, എളുപ്പത്തിൽ പുരോഗതി അറിയാൻ, അതെ, പുരോഗതി ട്രാക്ക് ചെയ്യാനും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കാനും പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വിഷ്വൽ ടൂൾ, അതായിരുന്നു ആവശ്യം. പിന്നീട് അദ്ദേഹം വെബ്സൈറ്റിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു. എന്നിട്ടത് പെട്ടെന്ന് ഹിറ്റായോ? അതെ, ഒരു 2001-2002 ആയപ്പോഴേക്കും സ്ക്രം കമ്മ്യൂണിറ്റിയിൽ ഇത് വളരെ പോപ്പുലറായി. അതിന്റെ ഒരു സിംപ്ലിസിറ്റി തന്നെയായിരുന്നു കാരണം. ഒക്കെ കാണിക്കാൻ നല്ലതാണ്. ഓക്കെ, വളരെ നന്നായി. അപ്പോൾ നമ്മൾ ബേൺ ഡൗൺ ചാർട്ട് എന്താണെന്നും എങ്ങനെ ഉപയോഗിക്കാം, ഗുണങ്ങൾ, ദോഷങ്ങൾ, ബദലുകൾ, ചരിത്രമൊക്കെ ഏകദേശം കവർ ചെയ്തു അല്ലേ? അതെ. ഈ ചർച്ചയുടെ ഒരു ചുരുക്കമെന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ചുരുക്കി പറഞ്ഞാൽ ബേൺ ഡൗൺ ചാർട്ട് ഒരു പ്രോജക്റ്റിലെ പുരോഗതി കാണിക്കാനും ലക്ഷ്യത്തിലെത്തുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന സിമ്പിൾ പക്ഷെ പവർഫുൾ ആയ ഒരു ടൂളാണ്. ടീമിനൊരു ഡയറക്ഷൻ കിട്ടും, പ്രശ്നങ്ങൾ നേരത്തെ അറിയാം. അതെ, കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കും, സ്റ്റേക്ക് ഹോൾഡർമാർക്കൊക്കെ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. എന്നാ ഇതിനെ അന്ധമായി വിശ്വസിക്കരുത്. എസ്റ്റിമേറ്റ് പ്രശ്നങ്ങൾ, സ്കോപ്പ് മാറ്റങ്ങൾ കാണിക്കാത്തത്, എന്ത് ജോലിയാണ് തീർന്നതെന്ന് അറിയാത്തത്, ഈ പരിമിതികളൊക്കെ ഓർക്കണം. അപ്പോൾ ഇതിൽ ട്രെൻഡുകൾ കാണുക, പക്ഷെ മറ്റു വിവരങ്ങളുമായി ചേർത്ത് സാഹചര്യം നോക്കി കുറച്ചൊരു ക്രിട്ടിക്കലായിട്ട് വേണം ഇതിനെ സമീപിക്കാൻ. എക്സാക്ട്ലി. ഇനി നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത കൂടി. നമ്മളൊരു ഫോർമൽ എജൈൽ ടീമിലോ സ്ക്രം ടീമിലോ ഒന്നുമല്ല എന്ന് കരുതുക. എന്നാലും ഈ ബേൺ ഡൗൺ ചാർട്ടിന്റെ പിന്നിലെ ആശയം, അതായത് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരുന്നത് ട്രാക്ക് ചെയ്യുക എന്നത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? അത് കൊള്ളാമല്ലോ. എങ്ങനെ? ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ, ഓരോ ദിവസവും എത്ര എണ്ണം തീർത്തു, ഇനി എത്ര ബാക്കിയുണ്ട്, അതൊരു ഗ്രാഫാക്കിയാലോ? അല്ലെങ്കിൽ വായിച്ചു തീർക്കാൻ ഒരു പുസ്തകം, ബാക്കിയുള്ള പേജുകളുടെ എണ്ണം ദിവസവും കുറഞ്ഞു വരുന്നത് മാർക്ക് ചെയ്താലോ? അല്ലെങ്കിൽ വീട്ടിലെ പണികൾ ചെയ്യാനുള്ള ലിസ്റ്റ്. അതെ, അതുപോലും ഇതിന്റെയൊക്കെ പുരോഗതി ഇങ്ങനൊരു സിമ്പിൾ ഗ്രാഫിൽ ട്രാക്ക് ചെയ്താൽ അത് ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യോ, അതോ അതൊരു എക്സ്ട്രാ പ്രഷറാകുമോ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇതുപോലൊരു സിമ്പിൾ ട്രാക്കർ ഉപകാരപ്പെട്ടേക്കാം.